നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. മലപ്പുറം തേനിപ്പാലത്ത് കോഹിനൂരിൽ വാഹനാപകടത്തിൽ തൃശൂർ സ്വദേശികളായ ദമ്പതികളടക്കം 3 പേർ മരിച്ചു. കുന്നുംകുളം പന്നിത്തടം സ്വദേശികളായ ചിറമനങ്ങാട് കോട്ടപ്പുറത്ത് വീട്ടിൽ ഷഹീദ, ഭാര്യ ഷഹീന, ഷഹീനയുടെ അമ്മാവന്റെ മകൾ ജഹാന എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് ഭാഗത്തു നിന്ന് തൃശൂരിലേക്ക് പോകുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിയുടെ പിറകിൽ ഇടിക്കുകയായിരുന്നു. അപകട സമയത്ത് വലിയ മഴയുണ്ടായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പരുക്കേറ്റവരെ നാട്ടുകാരും അഗ്നിരക്ഷാസേനയും എത്തി ചേളാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. കനത്ത മഴയെ തുടർന്ന് രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഉള്ളിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണമ്പേട്ട യൂണിറ്റ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഫലവൃക്ഷ തൈകളുടെ വിതരണം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് കെ ശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് വിംഗ് പ്രസിഡന്റ് രാജു ജോൺസൺ അധ്യക്ഷനായി. കെ ജോൺ, CL തോമസ്, KP രാജേഷ്, സജിത മണികണ്ഠൻ, ഡോളി ജോഷി, ജെൻസൺ പുത്തൂർ, പാപ്പച്ചൻ എന്നിവർ പ്രസംഗിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ വനിതാരാമം ജനകീയാസൂത്രണ പദ്ധതിയുടെ ഉദ്ഘാടനം മുരിയാട് വേഴേക്കാട്ടുകരയിൽ സംഘടിപ്പിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ജസ്റ്റിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അഞ്ജു ബി രാജ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നികിത അനൂപ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത മുരളി, പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് തൊകലത്ത്, ഷീജ മോഹനൻ, CDS ചെയർപേഴ്സൺ മിനി സത്യൻ, CDS വൈസ് ചെയർപേഴ്സൺ രമ്യ, കുടുംബശ്രീ അംഗങ്ങൾ, കർഷകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വനിതകൾക്ക് വിവിധ ഗ്രൂപ്പുകളായി ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നതിനായി തൈകളും ജൈവവളങ്ങൾ, കൂലിച്ചെലവ് സബ്സിഡി എന്നിവ നൽകിക്കൊണ്ട് പഞ്ചായത്തിലെ പൂക്കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഓണത്തിന് ചെണ്ടുമല്ലി പൂക്കളുടെ വിപണനം വനിതകൾക്ക് പ്രോത്സാഹനമാകുമെന്ന പ്രതീക്ഷയിലാണ് മുരിയാട് പഞ്ചായത്തും കൃഷിഭവനും. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സുസ്ഥിര പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തെ നടീൽ നടത്തി. പുതുക്കാട് ഫയർ സ്റ്റേഷനിലാണ് തൈകൾ നട്ടത്. പരിപാടി കൊടകര ബ്ലോക്ക് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് സുസ്ഥിര പാലിയേറ്റീവ് കെയർ അംഗങ്ങളും പുതുക്കാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ ജോജി വർഗീസിന്റെ നേതൃത്വത്തിൽ ഫയർ സ്റ്റേഷൻ യൂണിറ്റ് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. നടാനുള്ള തൈകൾ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നൽകി. വിയ്യൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് തടവുകാരനായിരുന്ന പുലക്കാട്ടുകര സ്വദേശി രേഷ് ബാബു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ AIYF ജില്ലാ കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവത്തിൽ സമഗ്രമായ ജുഡീഷ്യൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്ന് AIYF ആവശ്യപ്പെട്ടു. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് ജയിലിലാക്കി. നെല്ലായി ആലത്തൂർ കോശ്ശേരി വീട്ടിൽ മഹേഷിനെയാണ് തൃശൂർ റൂറൽ പോലീസ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ ജയിലിലെത്തിച്ച് ഉത്തരവ് നടപ്പിലാക്കി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ ജില്ലാ കളക്ടർ ഷിക സുരേന്ദ്രനാണ് കാപ്പ നിയമപ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. മഹേഷ് കൊടകര, ആളൂർ, വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനുകളിലായി 3 വധശ്രമ കേസും മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന വിധത്തിൽ പൊതുവഴിയിൽ അശ്രദ്ധമായി വാഹനമോടിച്ച 3 കേസും കഞ്ചാവ് ഉപയോഗിച്ച 1 കേസും അടക്കം 11 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജെർലിൻസ് കറിയ, ASI ജ്യോതിലക്ഷ്മി, SCPO അഭിലാഷ് എന്നിവർ പ്രധാന പങ്ക് വഹിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,275 രൂപയും പവന് 1,14,200 രൂപയും രേഖപ്പെടുത്തി.
പറപ്പൂക്കര മുത്രത്തിക്കര വടാശ്ശേരി ദേവകിയമ്മ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ നാരായണൻ നായരാണ് ഭർത്താവ്. ചന്ദ്രശേഖരൻ, മോഹനൻ, പുഷ്പവല്ലി, പ്രമോദ് എന്നിവർ മക്കളും രാധാമണി, ഗിരിജ, ഷീന, പരേതനായ രാമൻ നായർ എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.